ഹായ് നമസ്കാരം. ഇന്നൊരു മീൻപിടുത്തമാണ് കേട്ടോ. കുടുംബസമേതമുള്ള ഒരു മീൻപിടുത്തം. മറ്റെവിടെയല്ല, നമ്മുടെ വീട്ടിലെ കുളം തന്നെയാണ്. ഈ കുളം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇട്ടിരുന്ന ഒരു കുളമാണ്. സത്യം പറഞ്ഞാൽ അത് പല പ്രാവശ്യം മൂടാനായിട്ട് ഉദ്ദേശിച്ചെങ്കിലും ഈ ജലാശയം നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് കുറച്ച് മീനുകൾ നമുക്ക് തന്നിരുന്നു. ചെമ്പല്ലി, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഈ അണ്ടികള്ളി, കല്ലട എന്നൊക്കെ പറയണ ആ സംഭവം. അപ്പം അത് തന്നു. അത് കഴിക്കാനായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിലും ജീവനുള്ളതായത് കാരണം നമ്മുടെ അമ്മാച്ചു സമ്മതിച്ചില്ല. അതിനെ നേരെ എടുത്ത് ഈ കുളത്തിലിട്ട്. പക്ഷെ അവൻ അങ്ങ് കിടന്ന് പെരുകി. ഇതിനിടയ്ക്ക് കൊക്കും പൊന്മാനും എല്ലാം വന്ന് വയറ് നിറച്ച് കൊണ്ടുപോണ കാഴ്ചകൾ സ്ഥിരം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് സംഭവം എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത്. മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ നല്ല തുള്ളിക്കളികൾ വരുന്നു. എന്നാൽ വെറുതെ ഇവന്മാർക്കൊരു അവധിക്കാലമൊക്കെ അല്ലേ, ഒരു നമ്മൾ ചെയ്യാത്ത പരിപാടിയുമാണ്. എന്നാൽ ഒരു മീൻപിടുത്തം നടത്തിയാലോ എന്ന് തീരുമാനിച്ചു കുടുംബസമേതം ഒരു മീൻപിടുത്തം. നമ്മൾ ഒരു ചൂണ്ട, അതിന് വേണ്ടിയിട്ടൊരു വടി വേണം, സ്റ്റിക്ക്. അതൊന്ന് വെട്ടാൻ പോയി വടി തൊട്ട് എല്ലാ സാധനവും നമുക്ക് വേണം. ടങ്കീസും അതുപോലെ തന്നെ ചൂണ്ടക്കൊളുത്തും. ഇതിനെ കൊണ്ട് ചൂണ്ട ഇങ്ങനെ കെട്ടിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടല്ല, ആപ്പച്ചിക്ക് മടിയാണ് ഇതിൽ വരാനായിട്ട്. സാധാരണ പണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടിരുന്നത് ഈ മണ്ണിര ഉണ്ടല്ലോ, നല്ല ജീവനുള്ള മണ്ണിര. നമ്മുടെ കുഞ്ഞിലെയൊക്കെ ചൂണ്ടിടുന്ന സമയത്തൊക്കെ ഈ മണ്ണിരയൊക്കെ കോർത്തിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ മീൻ പിടിക്കാറുള്ളത്. ആ ഒരു ധാരണ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഓർത്താണ് കേട്ടോ ഈ മണ്ണിര എടുത്തത്. പക്ഷേ മണ്ണിര എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ, പണ്ട് നമ്മൾ കോർത്തും കൈ പിടിച്ചൊക്കെ ചെയ്തെങ്കിലും നമുക്ക് ഇപ്പോൾ അതൊരു സുഖം തോന്നിയില്ല. അത് കാരണം മണ്ണിര അങ്ങോട്ട് മാറ്റി. പലരും ഇങ്ങനെ മൈദയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏത് മീനിന് ഏതൊക്കെയാണ് പറ്റുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ മൈദ തന്നെയാണ് നമ്മൾ ഇവിടെ ഇട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്ത് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോതിങ്ങനെ അടിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നോക്കിക്കേ, അടിപൊളിയായിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞ് ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇടുന്നത് സ്പീഡിൽ നമുക്ക് ചൂണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാര്യമായ രീതിയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാർ വെറുതെ അല്ല രാവിലെ മുതൽ കൊക്കും പൊന്മാനും എല്ലാം ഇവിടെ താവളം ഉറപ്പിച്ചുകൊണ്ടിരുന്നു. കണ്ടോ, വെറുതെ ആ കുളത്തിലൊരു തുള്ളൽ കണ്ടിട്ട് നമ്മൾ ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണ്. ഇപ്പോൾ രണ്ടാമത്തെ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പാവം മീൻ വിശന്ന് കിടന്നുകൊണ്ട് നമ്മൾ തീറ്റിയിട്ടപ്പോൾ തന്നെ കയറി ഇങ്ങ് പോന്നു. കിട്ടി ഞങ്ങൾക്ക് പിന്നെ മീൻ കിട്ടി. ചെറുതാട്ടോ, ഒത്തിരി വലുപ്പമില്ല. നിങ്ങളിവിടെ ചെമ്പല്ലി എന്നാ പറയണേ? കല്ലട, ചെമ്പല്ലി, അണ്ടികള്ളി. ഒരു കാര്യം ഉറപ്പായി കേട്ടോ, നമ്മൾ വെറുതെ ഒന്നിനെയും തള്ളിക്കളയരുതെന്നുള്ളത്. പക്ഷേ ഇതിങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മീനുകളൊക്കെ ലഭിച്ചത്. മാത്രമല്ല ഇവർക്കൊക്കെ ഒരു സന്തോഷവുമായി. വേറൊരു കാര്യം കൂടി പറയാൻ കേട്ടോ, ഈ ചൂണ്ടയിട്ട് അതിനോട് അവർക്ക് ഇച്ചിരി പാടാണ്. നമുക്ക് അതൊരു ഹരവാക്കിയെടുത്ത ആൾക്കാരൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ കണ്ടപ്പം ഒരു രസവും കൂടി ആയിക്കോട്ടെ, ഒരു യുവമാർക്കൊരു സന്തോഷം ആട്ടെന്ന് ഓർത്ത് ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് ഈ ജീവനുള്ള സംഭവം ആയത് കാരണം നമ്മുടെ അമാച്ചുവിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ മൂത്ത അവനാണെങ്കിൽ മീനിട്ട് കഴിക്കത്തുമില്ല. അതുകൊണ്ട് ഇവർക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ മീൻ പിടിക്കുന്ന കാണാനായിട്ടൊരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ പരിസരത്തോ അല്ല നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചൂണ്ടയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ കിട്ടുക മാത്രമല്ല, അതൊരു റിലീഫാണ്. നമ്മൾ മറ്റുള്ള തിരക്കുകളിൽ നിന്നൊക്കെ നമ്മൾ ഒരു വേറിട്ട ഒരു, ഇപ്പോൾ ഇത് എല്ലാ ദിവസവും ഇതുമായിട്ട് നടക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതൊരു രസമൊന്നും തോന്നത്തില്ല. പക്ഷേ നമ്മൾ മറ്റ് ജോലികളിലും ബിസിനസ്സും മറ്റ് ജോലികളിലും അല്ലെ പഠിക്കുന്ന ഒക്കെ അവരൊരു 1-2 മണിക്കൂർ ഈ ഒരു സംഭവത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ സ്വയമായിട്ടും ഒരു മൈൻഡ് റിലീഫ് കിട്ടും. മാത്രമല്ല അവർ ടെൻഷനും നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറക്കാനായിട്ടൊക്കെ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോയി മൂകനായിട്ട് നിന്ന് മീൻ പിടിക്കാതെ ഇതുപോലെ
എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു രസം തന്നെയാണ്, അതൊരു ഹാപ്പി മൂഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ അമ്മാച്ചൂനും കിട്ടി. വലുതാണല്ലോ, വലിയ ചെമ്പല്ലി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെയും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.